LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ സ്വരാജ്, അദ്ദേഹം ഏറ്റവും നല്ല പ്രഭാഷകനാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാണ്. കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും അത് അവതരിപ്പിക്കാനും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ശേഷിയുള്ള ഒരാളാണ്. എനിക്കൊക്കെ വ്യക്തിപരമായിട്ട് അറിയുന്നതാണ്. ഷൗക്കത്തിനെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. ഇവരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വ്യത്യാസം, അതായത് നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കഴിവ് കൂടുതൽ സ്വരാജിനുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതിന് ഘടകങ്ങളായി കാണുന്നത് എന്താണ്? അതാണല്ലോ അതിൻ്റെ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ വികസന കാര്യങ്ങളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചോ ഒന്നും പറയാനില്ലാതെ എന്തെങ്കിലും വീണ് കിട്ടുമ്പോൾ അതെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് UDF അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 1600 രൂപ വെച്ച് 62 ലക്ഷം ആളുകൾക്ക് നമ്മൾ ഇവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ആ പെൻഷൻ കൊടുക്കുന്നത് ഇലക്ഷൻ്റെ സമയത്ത് ആളുകൾക്ക് കൈക്കൂലി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ സാധാരണ ഒരു കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള വേണുഗോപാലാണ് പറഞ്ഞത്. അപ്പോൾ ഈ നാട്ടിലെ 62 ലക്ഷത്തോളം വരുന്ന ആളുകളെ കൈക്കൂലിക്കാരാക്കുന്ന, അതുപോലെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് നോക്കിയിട്ടൊക്കെ പറയുകയാണ്.